സ്വന്തമായിട്ട് കാറുള്ളവരുണ്ട് എത്ര പേര്? കണക്കെടുത്താൽ മതി. സ്വന്തമായിട്ട് ടൂ വീലറുള്ള എത്ര പേരുണ്ട്? ഇല്ലേ? അപ്പോൾ സ്ത്രീകൾക്ക് സ്പെഷ്യൽ സംവരണം എന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. അല്ല, ഏതായാലും ബസ് യാത്ര കൊണ്ടുള്ള അഫെയറിൻ്റെ എമൗണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക ഒരു നിക്ഷേപമാറ്റി മാറ്റിവെക്കാനും കുടുംബത്തെ കൂടുതൽ കെയറായിട്ട് നോക്കാനും അവരെ കൊണ്ട് പറ്റും. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അവർ വളരെ ആഘോഷപൂർവ്വം കൊണ്ടുവന്ന ഒരു വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നത്. ഈ വിഷയമാകട്ടെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത വിഷയമാണ്. ഇപ്പോൾ ഈ വരുന്ന ജൂൺ 15 ജൂൺ 15 രാവിലെ 8:30 ആ ഒരു സമയം മുതൽ തന്നെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശൻ ഇവിടെ തിരുവനന്തപുരം KSRTC ടെർമിനലിൽ നിന്നും ആദ്യ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ യാത്ര ആരംഭിക്കും. ഈ യാത്രയിൽ മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും യാത്ര ആരംഭിക്കും. പ്രത്യേകം എഴുതിയ, അതായത് പ്രിയദർശിനി എന്ന് എഴുതിയ പ്രത്യേകം ബസ്സുകളിലായിരിക്കും ഈ സൗജന്യ യാത്ര ഉണ്ടാവുക. അതായത് ഓർഡിനറി, ഗ്രാമവണ്ടി, ടൗൺ ടു ടൗൺ എന്നുള്ള അത്തരത്തിലുള്ള KSRTC ബസ്സുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് തന്നെ ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ലഭ്യമാകാൻ പോകുന്നത്. മാത്രമല്ല, ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി തന്നെ ഒരുപാട് ആശങ്കകൾ പലരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകം എന്തിനൊരു സൗജന്യ യാത്ര കൊടുക്കുന്നു, പുരുഷന്മാർക്ക് എന്തുകൊണ്ട് സൗജന്യ യാത്ര ലഭിക്കുന്നില്ല എന്ന് തുടങ്ങി ഒരുപാട് തരത്തിലുള്ള വാദമുഖങ്ങൾ ഇപ്പോൾ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് സൗജന്യ യാത്ര തരുന്നില്ല? ഒരു സൈഡിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വേണമെന്നും, എന്നാൽ മറു സൈഡിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾക്ക് മാത്രം എന്തിനത്തരം ഒരു സൗജന്യ യാത്ര കൊടുക്കണം, എന്തുകൊണ്ട് ഞങ്ങൾക്കും തന്നുകൂടാ എന്ന് പറയുന്ന പുരുഷന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരു വിഭാഗം പറയുന്നത് KSRTC ഇത്രയും അധികം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സർക്കാർ എങ്ങനെ ഈ ഒരു ബർഡനെ എങ്ങനെ തരണം ചെയ്യുമെന്ന ഒരു ചോദ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തുതന്നെ ആയാലും ഈ പദ്ധതി നടപ്പിലാകുമോ ഇല്ലയോ, എന്താണ് നിങ്ങളുടെ അതായത് പൊതുജനങ്ങൾക്ക് എന്താണ് ഇതുമായി പറയാനുള്ളത്? സ്ഥിരം പോകുന്ന സ്ത്രീകളോടും അതുപോലെ തന്നെ സ്ഥിരം ഈ KSRTCയെ തന്നെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പുരുഷന്മാരോടെല്ലാം തന്നെ അവരുടെ അഭിപ്രായം എന്താണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ചൊന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അതായത് നമുക്ക് തിങ്കളാഴ്ച തൊട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുകയാണ് KSRTC. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെക്കുറിച്ച് നല്ലതാണ്, കാര്യം നല്ലതാണ്. പക്ഷേ നമുക്ക് വൃദ്ധന്മാരുണ്ട്, കുട്ടികളുണ്ട്, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, വൃദ്ധരുണ്ട്, സാമ്പത്തികമായിട്ട് ഒരുപാട് പരാധീനതയുള്ളവരുണ്ട്. ഇവർക്ക് കൊടുത്താൽ അതായിരിക്കും ബെറ്റർ. സ്ത്രീകൾ ഒരുപാട് ഒരു ജോലി അല്ലേ, സ്ത്രീകൾ എന്താ പറയണ്ടത്, സ്ത്രീകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. ഒരുപാട് അപ്പോൾ അവർക്ക് 50% കൂടി സംവരണമുണ്ട് ഓൾറെഡി. ഈ പറഞ്ഞതുപോലെ അവർക്ക് സൗജന്യയാത്ര കൊടുക്കുന്നതുകൊണ്ടോട് എനിക്ക് എന്താ പറയേണ്ട അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്ന വൃദ്ധന്മാർക്കോ വയസ്സായ ആൾക്കാർക്ക്, കുട്ടികൾക്ക്, ഇവർക്ക് സൗജന്യയാത്ര കൊടുത്തോണ്ട് ഒന്ന്. പിന്നെ സ്ത്രീകൾ തന്നെ ഭൂരിപക്ഷം ആൾക്കാരും ഞാൻ കണ്ട സോഷ്യൽ മീഡിയ വഴി പറയുകയാണ്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് സൗജന്യ യാത്ര വേണ്ട. മീൻസ് ട്രാൻസ്ജെൻഡേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് സ്ത്രീകൾക്ക് സൗജന്യയാത്രയുടെ ആവശ്യമില്ല. മിക്കവാറും എല്ലാവർക്കും ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് സൗജന്യയാത്രയുടെ ആവശ്യം ശരിയാണ് അല്ലേ? എന്തിനാണ് സ്ത്രീകൾക്ക് യാത്രയുടെ ആവശ്യമുണ്ട് ജോലിയുള്ളവർക്ക്? പിന്നെ ജോലിയില്ലാത്ത വളരെ അപൂർവ ആൾക്കാർ ഇപ്പോഴുള്ളൂ, പണ്ടത്തെ പോലെയൊന്നും അല്ല. അപ്പോൾ അവർക്ക് സൗജന്യയാത്ര, അതും ലോക്കൽ ബസ്സിലല്ലേ സൗജന്യയാത്ര വരുന്നില്ല, മൊത്തത്തിലല്ലല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് അത് തീർച്ചയായും വണ്ടികൾ തിരിച്ചിട്ടും അവർ ഇത്ര ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ കർണാടകയിലൊക്കെ ചെയ്ത കണക്ക് ഒരു സ്പെഷ്യൽ കളറുള്ള വണ്ടി അങ്ങനെയൊക്കെ ആയിരിക്കും മേ ബി, എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. എങ്കിലും ഇപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല എന്നല്ല, എന്താ പറയണ്ട, യോജിപ്പെന്നല്ല എന്ന് പറയേണ്ടത്. അത് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകൾക്ക് കൊടുക്കേണ്ട, ഇവർക്ക് കൊടുത്തോളൂ, വൃദ്ധർക്കും കുട്ടികൾക്കും കൊടുത്തോളൂ. വളരെ നല്ല കാര്യം, അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഒരു പദ്ധതി ഫ്ലോപ്പ് ആയിരിക്കുമോ സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതി? ഒരിക്കലും സർക്കാർ ഫ്ലോപ്പാണ്, സർക്കാരിൻ്റെ പദ്ധതികൾ ഫ്ലോപ്പാണ്. ഇപ്പോൾ ഏത് സർക്കാരും അല്ല, ഇപ്പം മാർക്സിസ്റ്റ് സർക്കാരാവട്ടെ, BJPയുടെ സർക്കാരാവട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സർക്കാരാവട്ടെ, പദ്ധതികൾ പറയുമ്പോഴത്തേക്ക് ജനത്തിന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന, അല്ലെങ്കിൽ ജനത്തിന് സൗകര്യപ്രദമായിട്ടുള്ളതും എന്താ പറയണ്ടേ, എല്ലാവർക്കും ഒരുപോലെ അത് ഉപയോഗിക്കാൻ പറ്റണം എല്ലാവർക്കും. പിന്നെ നമ്മൾ സൗജന്യം കൊടുക്കുന്നത് അശരണർക്കും അല്ലെന്നുണ്ടെങ്കിൽ താഴ്ന്ന നിലവാരത്തിലുള്ളവർക്കും വളരെ കഷ്ടപ്പെടുന്നവർക്കും ആയിരിക്കണം. അല്ല സ്ത്രീകൾക്ക് ഇപ്പോൾ കാശുള്ള ഇപ്പോൾ കേരളത്തിൽ ഏകദേശം ഒരു 30-35% സ്ത്രീകൾ ജോലിയുള്ളവരാണ്, അത്യാവശ്യം പൈസ ഉള്ളവരാണ്. അതിന് മുകളിൽ ഇഷ്ടംപോലെ പൈസ അല്ലാതെ ഉണ്ട്. ഇപ്പോൾ പൈസ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ പോകേണ്ട കാര്യം എന്തോ? ബസ്സിലല്ല, ട്രെയിനിലോ, ഏത് യാത്രാ സൗകര്യം. സ്വന്തമായിട്ട് കാറുള്ളവരുണ്ട് എത്ര പേര്? കണക്കെടുത്താൽ മതി. സ്വന്തമായിട്ട് ടൂ വീലറുള്ള എത്ര പേരുണ്ട്? ഇല്ലേ? അപ്പോൾ സ്ത്രീകൾക്ക് സ്പെഷ്യൽ സംവരണം എന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പറഞ്ഞില്ല, ഈ സാധാരണക്കാർ പാവപ്പെട്ടവരുണ്ട്, അശരണരുണ്ട്, ഇവർക്കൊക്കെ നിങ്ങൾ സംവരണം കൊടുക്കൂ. എനിക്ക് സർക്കാരിനോട് പറയാം, ഇതിപ്പോൾ ഏത് സർക്കാരായാലും
ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ആയാലും മാർക്സിസ്റ്റ് പാർട്ടി സർക്കാരിൻ്റെ ആയാലും BJP സർക്കാർ കേന്ദ്രത്തിലായാലും ഇത് ചെയ്താൽ വളരെ നന്നായിരിക്കും. നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും വീട്ടുകാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. വീട്ടിൽ എന്താ സ്ത്രീകളുണ്ടോ? ഭാര്യയും അമ്മയൊക്കെ ഉള്ളതല്ലേ? ഉണ്ടല്ലോ, ഉണ്ടോ. അവർക്കൊക്കെ ഒരു ഉപകാരമായിരിക്കുമല്ലേ ഇപ്പം ഇങ്ങനെ വരുന്നത്? അല്ല, ഏതായാലും ബസ് യാത്ര കൊണ്ടുള്ള അഫെയറിൻ്റെ എമൗണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക ഒരു നിക്ഷേപമായിട്ട് മാറ്റിവെക്കാനും കുടുംബത്തെ കൂടുതൽ കെയറായിട്ട് നോക്കാനും അവരെ കൊണ്ട് പറ്റും. അപ്പം അത് ഈ സർക്കാർ ചെയ്യുന്ന ഒരു സഹായമാണ്, സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സഹായമാണ്. ജനീയ സർക്കാരാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സഹായം. നമ്മുടെ പത്രത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്ന സ്ഥാപനങ്ങളെ പറ്റി പറയുന്നതിൽ KSRTC എപ്പോഴും ഇത്ര ഇതായിട്ട് ഒന്നാമതായിട്ടൊക്കെ ഉള്ള സ്ഥാനം എന്നുള്ളതാണ്. ഇപ്പോഴും ഇങ്ങനെ ഇത് കൊണ്ടുവരുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലുള്ള ചെറിയ ഇപ്പോൾ ഓർഡിനറി ബസ്സിലാണെങ്കിൽ കൂടി അതിൻ്റെ ആ നഷ്ടം എങ്ങനെ നികത്തുമെന്നാണ് ഉദ്ദേശിക്കുന്നത് സർക്കാർ. പിന്നെ അത് അവരുടെ ഓരോ ഇത് രാഷ്ട്രീയത്തിൻ്റെ ഓരോ തവണയും അങ്ങനെ കൊടുക്കുന്നത്. ഈ ഫ്രീ ബീസ് കൊടുക്കുമ്പോൾ അതിനുള്ള വരുമാനം വേറെ ഇതിൽ നിന്നാണ് പിടിക്കുന്നത്. അതിപ്പോൾ ടാക്സ് പെയറിൻ്റെ വേറെ പൈസയൊന്നും പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അല്ലാതെ നമ്മൾ കൊണ്ടുവന്നാലും ഓക്കെ. തമിഴ്നാട്, കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ പദ്ധതി നടപ്പിലാക്കി അവർ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതേ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വലിയൊരു ഫ്ലോപ്പ് ആകുമെന്നാണോ പറയുന്നത്? തമിഴ്നാട്, കർണാടകയിൽ ഒരിക്കലും ഈ പൊതുഗതാഗതം എന്ന് പറയുന്നത് വരുമാനം ഉണ്ടാക്കാനുള്ള ഇതല്ല. ഒരിക്കലും അത് വരുമാനത്തിലാവത്തുമില്ല. അത് എത്രത്തോളം നഷ്ടത്തിലേ പോകത്തുള്ളൂ. പക്ഷേ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് ഒരു ഇത് കൊടുത്താൽ കൂടി അതിൽ വേറെ ഇത് ഉൽപ്പാദന മേഖലയിൽ ഏതെങ്കിലും വരുന്ന ലാഭത്തിന് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എങ്ങനെയായിരിക്കും ഇതാവുന്നത്? ഇപ്പോൾ തന്നെ പൊതുകടം എത്രയാണ് 4 മടങ്ങടിപ്പിച്ചൊക്കെ കൂടിയേക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല പ്രായോഗികമാവുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ അത് എല്ലാ കാലത്തേക്കും അങ്ങനെ കൊണ്ടുപോകാനും കഴിയില്ല. കുറച്ച് കാലം കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് അത് നഷ്ടമാണെന്നങ്ങനെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ ചെയ്യും. അത്രത്തോളം ആദ്യം പറഞ്ഞൊരു ഓളം കൊണ്ട് അത് നടപ്പിലാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് തോന്നുന്നത്. നടപ്പാക്കുമെന്ന് തോന്നുന്നില്ല. സൗജന്യ യാത്ര ഒരു വിധത്തിൽ നല്ലതാണ്. സാധുക്കൾക്ക് പൈസ ഇവർക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ കടം പിടിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ, വരുമാനം പിടിച്ച് നിർത്തണമെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗങ്ങളൂടെ കണ്ടാൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത് നമ്മുടെയൊക്കെ അഭിപ്രായം ഇതാണ്. ഞാനും KSRTCയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ നാട്ടിൽ തുല്യത വേണമെന്ന് വാദിക്കുന്നവർക്കൊക്കെ അത് വേണമെന്നും വേണ്ടെന്നുള്ള അഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ച് എന്താ? കാരണം പാവങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെയൊക്കെ ബസ്സിൽ പൈസ ഇല്ലാതെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് തുല്യത വരുത്താൻ പറ്റില്ല. എവിടെയും ഒരു പിന്തിരിപ്പൻ ചിന്താഗതി ഉണ്ട്. അവർ ഇതിനെ തുലയ്ക്കാനേ നോക്കുള്ളൂ. ഇത് നല്ല കാര്യമാണ് എന്ന് പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നെങ്കിലും, പക്ഷേ ഇത് വേണ്ടാന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. കാരണം വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകും, ഞങ്ങൾ നാളെ ഒരു ഭരണത്തിൽ വരാനുള്ളവർ ഞങ്ങൾ എങ്ങനെ ഇതിനെ നേരിടും എന്നൊക്കെ ഉള്ള മൈൻഡ് അവർക്കുണ്ടാവും. അതാണ് പിന്തിരിപ്പൻ ചിന്താഗതി എന്ന് പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ പറഞ്ഞല്ലോ KSRTC ഒന്നാതെ കടത്തിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി അത് എത്ര നാളിത് പ്രാവർത്തികമാകുമായിരിക്കും? പ്രാവർത്തികം എന്ന് പറഞ്ഞാൽ സർക്കാർ കൊടുക്കുന്നതല്ലേ. സർക്കാർ റേഷൻ KSRTC ആയിട്ട് ബന്ധമില്ല. തൊഴിലാളികൾക്കുള്ള ശമ്പളവും ബാക്കി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം തന്നെ അത് സർക്കാർ നികത്തിക്കൊണ്ട് പോകും. അല്ല, കഴിഞ്ഞ സർക്കാർ ഇറങ്ങിയ സമയത്ത് എത്രയോ കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നാണ്. അവർ നഷ്ടങ്ങളെ വരുത്തിയിട്ടുള്ളൂ. ഈ ഇടത് സർക്കാർ ചെയ്തിട്ടുള്ള എല്ലാം കേരളത്തിനെ തുലയ്ക്കാനായിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവർ പാർട്ടി പിടിക്കുക, പാർട്ടി നന്നാക്കുക, അവരെ സ്വന്തം കീശ വിയർപ്പിക്കുക. അതിൽ കവിഞ്ഞ് ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു പരിപാടികളും ഇവർ ചെയ്തിട്ടില്ല. ഈ പെൻഷൻ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ ഇത്രയും വലിയ എമൗണ്ട് അവരെ ഖജനാവിൽ വന്ന് കുമിയണോണ്ടാണ് ഈ ഇവർ പെൻഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൊടുക്കുന്നില്ല. അതാണ് ഇടത് നയം. സാധുക്കളെ ഇതാണെന്ന് പറയുന്നെങ്കിൽ ഇടത് നയം വേറെയാണ്. അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ഇതുണ്ടാക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒരു കാര്യവുമില്ല.